ആ വേക്കൻസി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ല എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് അഥവാ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എക്സാം ആണ്. അതായത് ഈ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഈ എക്സാം 100 മാർക്കിൽ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം, എത്ര മാർക്ക് കിട്ടിയാലാണ് ഇത് സ്കോർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ജോലിയിൽ എത്താൻ പറ്റുക, അല്ലെങ്കിൽ എംടെക് അഡ്മിഷൻ കിട്ടുക, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസുകൾ ഉണ്ട്. അതിനെല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഗേറ്റ് 2025ന്റെ ഒരു റിപ്പോർട്ട്, ഇത് ഒഫീഷ്യലി IIT തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഗേറ്റ് എക്സാംസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരുപാട് ഇൻഫർമേഷൻസുകൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഗേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്യും. മാത്രമല്ല ഗേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തും, എനിക്ക് ഉറപ്പാണ്. സോ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഗേറ്റിന്റെ ഈ ഒരു ആനുവൽ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഇത് IIT റൂർക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. എന്താണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പേപ്പർ വൈസ് ആൻഡ് കാറ്റഗറി വൈസ് ക്വാളിഫയിങ് മാർക്സ് ആൻഡ് ക്വാളിഫയിങ് ഫോർ ഗേറ്റ് സ്കോർസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഓരോ പേപ്പേഴ്സ് നോക്കുന്ന ചില ഓരോ ബ്രാഞ്ചസ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ തുടങ്ങി ഒട്ടനേകം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം, ഓരോന്നും നമ്മൾ നോക്കി നോക്കുകയാണ്. ആദ്യത്തെ പേപ്പർ വൈസ് ആദ്യത്തെ പേപ്പർ നോക്കുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ 7576 ആളുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിൽ 6009 ആളുകൾ അപ്ലൈ ചെയ്തു. ക്വാളിഫൈ ചെയ്ത ആളുകൾ അറിയോ, വെറും 1074 ആളുകൾ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ മീൻ ഓഫ് ടോപ്പേഴ്സ് 0.1% അല്ലെങ്കിൽ ടോപ്പ് 10 നമ്മൾ നോക്കുകയാണെങ്കിൽ 73 ആണ്. ടോപ്പ് 10ലാണ് ഈ 73 വരുന്നത് കേട്ടോ. ആവറേജ് മാർക്ക് 16 ആണ്. ദെൻ ഇതിന്റെ ക്വാളിഫൈങ് മാർക്സ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഈ എക്സാമിനേഷനിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 28.9 മാർക്ക് മാത്രമാണ്. ഇത് എത്ര മാർക്കിന്റെ എക്സാം ആണ്? 100 മാർക്കിന്റെ എക്സാം. അതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് വെറും 28.9 ആണ്. അതേ സ്ഥാനത്ത് OBC ആണെങ്കിൽ 26 മാർക്ക്. ഓക്കെ, ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ പോകണം. അതായത് നമ്മൾ കുറെ കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രാഞ്ചുകളുണ്ട്. ഇത് കുറെ പല ബ്രാഞ്ചുകളാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ നേരെ സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കി വെക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് അത്യാവശ്യം നന്നായിട്ട് ആളുകൾ അപ്ലൈ ചെയ്ത എക്സാം ആണ്. 1,1596 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അപ്പിയർ ചെയ്തത് 79,000 പേര് മാത്രമേ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ ക്വാളിഫൈ ആയിട്ടുള്ളത് കേവലം 15,000 ആളുകൾ മാത്രമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വെറും 29 മാർക്കാണ് അതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 100ൽ 100 മാർക്കൊന്നും വേണ്ട, വലിയ മാർക്കുകളൊന്നും വേണ്ട. ജസ്റ്റ് 29 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിൽ OBCയുടേത് 26 ആണ്, SC STയുടേത് 19.6 ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് സ്കോറും ഉണ്ടാവും. അതൊരു കൺവേർഷൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഈ മാർക്കിന് എന്ത് ചെയ്യുന്നത്, സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ഇവിടെ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിവിലിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവിടെ ആളുകളുടെ എണ്ണം 97,394 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതിൽ 81,000 പേരും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ട്. 14,000 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 6-1 ആളുകൾക്കാണ് പല എക്സാംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഒരു 15% ആളെ ക്വാളിഫൈ ആവുന്നുള്ളൂ. ദെൻ അതിൽ നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ കട്ട് ഓഫ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. 25 മാർക്കേ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വെറും 25 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ 25 മാർക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, അത് NIT IIT ഒന്നുമില്ല, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് 12,400 സ്റ്റൈഫൻഡ് കിട്ടും എന്നുള്ളതാണ്. ഇനി അത് OBCയിലേക്ക് വെറും 22.5 മാത്രമാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. SC STയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 16.6 ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ നോക്കാം.
അടുത്ത നമ്മൾ ഇലക്ട്രിക്കൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ 83,000 അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതിൽ തന്നെ 67,000 പേരെ എഴുതിയിട്ടുള്ളൂ, 11,000 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അത് വീണ്ടും കുറവാണ്. അതിന്റെ കട്ട് ഓഫ് വെറും 25 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. OBCയിൽ 22.5, അതേപോലെ SC/STയിൽ വെറും 16.6 ആണ് വന്നിരിക്കുന്നത്. പൊതുവേ ഈ നമ്മൾ ബ്രാഞ്ചസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക കമ്പ്യൂട്ടർ സയൻസ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2,07,851. കാര്യം കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, എല്ലാവരും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചാണ് നൗഡേയ്സ്. അതുകൊണ്ട് തന്നെ പല ആളുകളും കമ്പ്യൂട്ടർ സയൻസിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ 1,70,000 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു ബ്രാഞ്ചസ് ഒക്കെ നോക്കുമ്പോൾ ഇരട്ടിയിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിൽ 27,000 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ അതിന്റെ കട്ട് ഓഫിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ 29.2 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽ 26.2, SC/ST കാറ്റഗറിയിൽ 19.4 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ, അതായത് ഞാനിപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡിമാൻഡിങ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം ഹൈ ആയിട്ടുള്ള കട്ട് ഓഫ് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിനാണ്. അതേപോലെ തന്നെ സിവിലും അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ മെക്കാനിക്കലിലൂടെ നോക്കി നോക്കാം. ബാക്കിയൊക്കെ പല പല ബ്രാഞ്ചസ് ആട്ടോ, ഞാൻ എല്ലാം എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. മെക്കാനിക്കൽ ബ്രാഞ്ചിൽ 79,830 ആളുകൾ അപ്ലൈ ചെയ്തു. അതിൽ 62,000 പേര് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം 10,664 ആണ്. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിൽ ഇതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 35.8. അത്യാവശ്യം നല്ല കട്ട് ഓഫ് വന്നിട്ടുണ്ട് കേട്ടോ മെക്കാനിക്കലിന്. കാര്യം ഈ മെക്കാനിക്കലിന്റെ കട്ട് ഓഫ് കൂടാനുള്ള കാരണം എക്സാം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയതുകൊണ്ടാണ് കേട്ടോ. അതിന്റെ OBCയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 32.2 ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബ്രാഞ്ചസുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ധാരണ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അതായത് ഈ ആദ്യത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഒരുപാട് അനാലിസിസിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പേപ്പർ വൈസ് ആൻഡ് കാറ്റഗറി വൈസ് ക്വാളിഫൈങ് മാർക്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 40, 50, 60 മാർക്കൊന്നും വേണ്ട. ഇലക്ട്രിക്കൽ ആണെങ്കിൽ വെറും 25 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ അല്ലേ. അതേപോലെ തന്നെ മെക്കാനിക്കൽ ആണെങ്കിൽ മാത്രമാണ് 35 എന്ന് പറയുന്ന ഒരു വലിയ നമ്പറിലേക്ക് പോയിട്ടുള്ളത്. അതും എക്സാം കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് തന്നെയാണ്. കേവലം ആപ്റ്റിറ്റ്യൂഡും മാത്സും ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു അനാലിസിസിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേപ്പർ വൈസ് കാറ്റഗറി വൈസ് കൗണ്ട് ഓഫ് രജിസ്റ്റേർഡ്, അപ്പിയർഡ് ആൻഡ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. ഈ എക്സാംസിൽ എത്ര പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത് എത്ര മാർക്ക് വരെയുള്ളവർ ക്വാളിഫൈ ചെയ്തെന്നാണ്. ഇത് എത്ര പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ മാത്രം നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ രജിസ്റ്റേർഡ് 25,280 പേര് ജനറലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് പല പല കാറ്റഗറിയിലായിട്ടുള്ളത്, കാറ്റഗറി വൈസ് കൂടി ആട്ടോ. ജനറലി 25,000 പേര് രജിസ്റ്റർ ചെയ്തതിൽ 18,000 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിൽ 3,196 ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വാളിഫൈ ആയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ജനറൽ EWSലാണെങ്കിൽ 1,386 ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതേപോലെ OBC നോൺ ക്രീം ലെയറിൽ 6,000 പേരാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. SC കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3,095 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ST കാറ്റഗറിയിൽ 1,429 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കമ്പ്യൂട്ടർ സയൻസിൽ ജനറലിൽ 11,503 ആളുകൾ ക്വാളിഫൈഡ് ആണ്. അതേപോലെ ജനറൽ EWSൽ 3,213, അതേപോലെ OBC നോൺ ക്രീം ലെയറിൽ 8,421, അതേപോലെ തന്നെ SCയിൽ 3,492, STയിൽ 889 ആളുകൾ മാത്രമേ അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, ക്വാളിഫൈ ആയിട്ടുള്ളൂ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ക്വാളിഫൈ ആയവരുടെ എണ്ണം 4,741. ഇത് ഓരോ കാറ്റഗറിയിലാട്ടോ. ഇവരൊക്കെ ക്വാളിഫൈ ആയവരാണ്. OBC നോൺ ക്രീം ലെയറിൽ എത്ര വന്നിട്ടുണ്ട്, 4,890 ആളുകൾ ക്വാളിഫൈഡ് ആണ്. SCയിൽ 2,358, ഇവിടെ 650 ക്വാളിഫൈഡ് ആണ്. ട്രിപ്പിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,900, വളരെ ചുരുങ്ങിയ നമ്പർ ആണ് അല്ലേ, ചുരുങ്ങിയ നമ്പർ. ജനറൽ കാറ്റഗറിയിൽ വെറും 2,900 ആളുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ നമ്പർ കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ OBC നോൺ ക്രീം ലെയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട് അല്ലേ. OBC നോൺ ക്രീം ലെയർ 4,510 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുണ്ട്.
ആൻഡ് ദെൻ നമ്മൾ SC കാറ്റഗറിയിൽ 2491, അതേപോലെ ST കാറ്റഗറിയിൽ 846 വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റ് ബ്രാഞ്ചസിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എത്രത്തോളം പേരെന്നുള്ളത്. ഇപ്പൊ മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കോളത്തിൽ 4913 ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അതേപോലെ ബാക്കിയുള്ള ഡേറ്റാസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അത് അത്യാവശ്യം വളരെ കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു 1/6 ആളുകളൊക്കെയാണ് ഈ എക്സാംസിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. വലിയൊരു നമ്പറിലേക്ക് ഗേറ്റ് എക്സാം എത്തില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഡേറ്റയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരികയാണ്. ഈ ഒരു ക്ലാരിറ്റി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പേപ്പർ വൈസ് റേഞ്ച് ഓഫ് മാർക്ക് ഔട്ട് ഓഫ് 100 ഓഫ് അപ്പിയർഡ് കാൻഡിഡേറ്റ്സ്. അതായത് അപ്പിയർ ചെയ്ത കാൻഡിഡേറ്റ്സിൽ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. അതായത് 0 മാർക്കിലും താഴെ എന്ന് പറഞ്ഞാൽ മിക്കവാറും അവരെന്ത് ചെയ്തായിരിക്കും, എക്സാമിന് പോയി ഗസ് ചെയ്ത ആൾക്കാരായിരിക്കും. അതിന്റെ നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. സിവിലിൽ 3685 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് മാർക്ക് വാങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലും 12894 ആളുകൾ നെഗറ്റീവ് മാർക്ക് വാങ്ങി. ട്രിപ്പിളിയിൽ 5263, അതേപോലെ തന്നെ മെക്കാനിക്കൽ 1560. ഇവിടെ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ 1567 മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ 5000 12,000 ഒക്കെ വന്നു. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മെക്കാനിക്കൽ പരീക്ഷയിൽ ഒരുപാട് ആളുകൾ നെഗറ്റീവിലേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ ആ എക്സാം കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകൾ നെഗറ്റീവിലേക്ക് പോയിട്ടില്ല, വെറും 1560 മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നെഗറ്റീവിലേക്ക് പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ കട്ട് ഓഫും കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 മുതൽ 10 മാർക്ക് വരെ അവരൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആണ് കേട്ടോ. അവരൊക്കെ എന്താണ്, ഡിസ്ക്വാളിഫൈഡ് ആണ്. പക്ഷെ അവരെ നമ്മൾ നമ്പേഴ്സ് നോക്കുമ്പോൾ 10 മാർക്കിന്റെ താഴെ 23,000 ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. 57,000 നോക്കിയേ, വലിയ നമ്പർ ആണല്ലേ. 10 മാർക്കിന്റെ താഴെ ഈ പരീക്ഷയിൽ 57,000 ആളുകളുണ്ട്. 25,000 ആളുകൾ ട്രിപ്പിളിലുണ്ട്. വെറും 17,000 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെക്കാനിക്കലും വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈസിയിൽ നമ്മൾ നോക്കട്ടെ. ഈസിയിൽ നമ്പർ ഇവിടെ 1627, 26,899 ആണ് കേട്ടോ. ദെൻ അടുത്ത കാറ്റഗറി 10 മുതൽ 20, അതും ഡിസ്ക്വാളിഫൈഡ് തന്നെയാണ് അല്ലേ. നമ്മൾ എല്ലാ കാറ്റഗറിയിലും 25ന്റെ മുകളിലാണ് കട്ട് ഓഫ് ഉള്ളത്. അപ്പൊ ഇതും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറി പെടുന്ന ആളുകൾ തന്നെയാണ്. ഈ 10 മുതൽ 20 മാർക്ക് വരെ ഉള്ളതിൽ ഇവിടെ 29,000 വന്നിട്ടുണ്ട്. ഇവിടെ 54,496 വന്നിട്ടുണ്ട്. 35,000, 23,000, അതേപോലെ തന്നെ മെക്കാനിക്കലിൽ 21,672 ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറി ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 20 മുതൽ 30 മാർക്ക് വരെ സ്കോർ ചെയ്ത ആളുകൾ. ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ. ഇതിൽ കുറച്ച് ക്വാളിഫൈഡ് ആയവരുണ്ടാവും, കുറച്ച് ക്വാളിഫൈഡ് ആവാത്തവരുണ്ടാവും. കാര്യം 25 ആണല്ലോ കട്ട് ഓഫ് ഉള്ളത്. അപ്പൊ ആ ഒരു നമ്പറിലേക്കും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. 13,000 ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ 25,000 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുന്നുണ്ട്. ECയിൽ 11,000, അതേപോലെ ട്രിപ്പിളിയിൽ 8,679, മെക്കാനിക്കലിൽ 10,018 ആളുകൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. 30 to 40 ഇതാണ് ഒരു നല്ല സ്കോർ എന്ന് പറയുന്നത്. 30 to 40 എന്ന് പറയുന്ന സമയത്ത് മെക്കാനിക്കൽ 30 to 40 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആവുന്നേ ഉണ്ടാവുള്ളൂ. കാരണം 35 ആണല്ലോ കട്ട് ഓഫ് വന്നത്. ബാക്കിയുള്ള ബ്രാഞ്ചുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ്. 30 to 40, 40 to 50 ബെറ്റർ ആയിട്ടുള്ള സ്കോർ തന്നെയാണ്. നിങ്ങൾക്ക് മികച്ച ഒരു കോഴ്സ് ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ 30 to 40 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ വന്നിരിക്കുന്നത് 5,355 ആളുകൾ. അതൊരു എന്താ പറയാ വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളായിട്ട് കാണാം. ഇനി അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ 11,000 ആളുകളാണ്. അതായത് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം കൺഫേം ആണ്. ട്രിപ്പിളിയുടെ കേസിൽ 3,172 മാത്രമേ വന്നിട്ടുള്ളൂ. ഈവൻ നിങ്ങൾക്ക് NITസിലൊക്കെ എന്തായാലും അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. 30 to 40 കാറ്റഗറിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ. മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4,627 ആളുകളാണ് അതിലുള്ളത്. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം ഒരു വലിയ നമ്പർ വന്നു. അപ്ലിക്കൻസിന്റെ എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സാം ഈസി എന്നുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തിയത്. 40 to 50 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എത്തുന്നതോടുകൂടി നമ്മൾ പല ബ്രാഞ്ചസുകളിൽ ഇപ്പം നിങ്ങൾ ട്രിപ്പിളിയും EC ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ IITസിലേക്ക് എത്താനുള്ള ഒരു നമ്പറിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 40 to 50 കാറ്റഗറിയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 2,356, അതേപോലെ കമ്പ്യൂട്ടർ സയൻസിൽ 5,060. നമ്മൾ IITസിലേക്ക് എത്തി നമുക്ക് കൺഫേം ആയി ചെയ്യാൻ പറ്റൂല. എന്നാൽ ECയിൽ നോക്കുകയാണെങ്കിൽ 1,772, ഇലക്ട്രിക്കൽ 1,329, ദെൻ മെക്കാനിക്കൽ 2,798. അപ്പോൾ ഇലക്ട്രിക്കൽ
ഇലക്ട്രിക്കലും ഈസിയിലും ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കോറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി, അതായത് കേവലം പകുതി മാർക്കേ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ 28 മാർക്ക് ആപ്റ്റിറ്റ്യൂഡും മാത്സും ഉണ്ട്. പിന്നെ ഒരു 22 മാർക്കാണ് ബാക്കിയുള്ളതിൽ സ്കോർ ചെയ്താൽ പോലും നിങ്ങൾക്ക് 40 to 50 എന്ന് പറയുന്ന റേഞ്ചിൽ എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റത്തിന് അല്ലെങ്കിൽ വലിയ മാർക്കിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷനിലേക്ക് നിങ്ങൾ എത്തിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി 50 to 60 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് IIT അഡ്മിഷൻ കൺഫേം ആണ്. അത് കൂടാതെ നിങ്ങൾക്ക് PSU ജോബുകളിലേക്കുള്ള ഒരു എൻട്രി കൂടിയാണ് അവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ സിവിൽ 1131 CS 2536. അവിടെ രണ്ടിടത്തും അത്യാവശ്യം നമ്പേഴ്സ് ഉണ്ട്. എന്നാൽ ഇലക്ട്രിക്കലും ഈസിയിലും നോക്കിയേ കേവലം 649 575 ഇവിടെ ഉള്ളത്. എന്നാൽ അതിന്റെ 3 ഇരട്ടി 1796 ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നമ്പേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക എക്സാം ഈസി ആയിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഇനി 60 to 70 അപ്പൊ നമ്പേഴ്സ് വളരെ കുറഞ്ഞതായിട്ട് കാണാം. 543, 1300, 172, 171 ഒക്കെയാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മെക്കാനിക്കൽ 1271. 70 to 80 നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് വീണ്ടും ചെറുതായതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 49, 38 ഒക്കെയാണ്. 80 to 90 നമ്മൾ നോക്കുകയാണെങ്കിൽ 4, 1. ഓക്കെ, കേവലം ഒരാൾക്ക് മാത്രമാണ് 80 to 90 ട്രിപ്പിളിൽ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അയാൾക്കായിരിക്കും ഫസ്റ്റ് റാങ്ക്. 80 to 90 ആണ് ഫസ്റ്റ് റാങ്ക് വന്നത്. അതായത് 90 എബോവ് ട്രിപ്പിളി കഴിഞ്ഞ ഒരാൾ പോലും സ്കോർ ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഈസിയിൽ 4 പേരുണ്ട്. എന്നാൽ ഇവിടെ 263 ആളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, 90 to 100 ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ ഇതിലൊന്നും കാണുന്നില്ല. യെസ്, ചില ബ്രാഞ്ചസിൽ അല്ലേ. കെമിക്കലിൽ 8 പേരുണ്ട്. എക്സാം വളരെ ഈസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. CY എന്ന് പറയുന്ന കാറ്റഗറിയിലുണ്ട് ആരുമില്ല. പിന്നെ DA ഡാറ്റാ സയൻസിന്റെ ഒരു കാറ്റഗറിയാണ്, അതിൽ ഒരാൾ വന്നിട്ടുണ്ട്. ദെൻ ആ ഒരു രീതിയിലാണ് 90 to 100 എന്ന് പറയുന്നത്. ഇനി ഇതാ 90 to 100 മെക്കാനിക്കൽ ഉണ്ട്, 17 ആളുകളുണ്ട്. ബാക്കി എല്ലാത്തിലും 0 ആണ് നമ്പർ വന്നിരിക്കുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒരു നിങ്ങൾ എത്രത്തോളം റേഞ്ചിലേക്ക് നിങ്ങൾക്ക് മാർക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പോസിബിലിറ്റീസ് വരുന്നുണ്ട് എന്നതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ഗേറ്റിൽ ഇതുവരെ ചാനൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ഉയരണം, എത്ര മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുക, എത്ര മാർക്ക് സ്കോർ ചെയ്താലാണ് ക്വാളിഫൈഡ് ആവുക, അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എത്രത്തോളം ആളുകൾ ഈ എക്സാം സില്ലി ആയിട്ട് എഴുതുന്നുണ്ട് അല്ലേ. അതായത് 0ന്റെ താഴെ എന്ന് പറയുമ്പോൾ, 10 മാർക്കിന്റെ താഴെ എന്ന് പറയുമ്പോൾ, 20 മാർക്കിന്റെ താഴെ എന്ന് പറയുമ്പോൾ അവരൊന്നും സീരിയസ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കില്ല എന്നുള്ള കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് എല്ലായ്പ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി അടുത്തത് പേപ്പർ വൈസ് റേഞ്ച് ഓഫ് മാർക്സ് ഔട്ട് ഓഫ് 100 ഫോർ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. ഇപ്പോൾ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിന്റെ പേപ്പർ വൈസ് ആയിട്ടുള്ള മാർക്ക് റേഞ്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോ പേപ്പർ കോഡിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ റേഞ്ച് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഡാറ്റ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടുന്ന് കാണാൻ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുടെ റേഞ്ച് ആണിത്. ഇനി അടുത്തത് പേപ്പർ വൈസ് ആൻഡ് കാറ്റഗറി വൈസ് റേഞ്ച് ഓഫ് മാർക്സ് ഔട്ട് ഓഫ് 100 ഫോർ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്. ഇത് ഓരോ കാറ്റഗറിയിലും കാറ്റഗറി വൈസ് ആയിട്ട് ഈ മാർക്കുകളിൽ ഓരോ എത്രത്തോളം ആളുകളുണ്ടെന്ന്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ST കാറ്റഗറി നമ്മൾ നോക്കുകയെന്ന് വിചാരിക്കുക. ST കാറ്റഗറിയിൽ 11 to 20 ഇത് A എന്നുള്ള ബ്രാഞ്ചായിട്ട് എടുത്തത്. വെറും 13 ആളുകളാണ് ST കാറ്റഗറിയിൽ ഉള്ളത്. ഇവിടെ 5 ആളുകൾ. ഓക്കെ, 20 to 30 28 ആളുകൾ മാത്രമേ ഉള്ളൂ. 30 to 40 7 ആളുകൾ മാത്രമേ ഉള്ളൂ. 40 to 50 4 പേരുണ്ട്. ഇവിടെ 3 പേരുണ്ട്. ഇവിടെ ഒരാള്. ഇവിടെ ഒന്നും നമ്പേഴ്സ് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാറ്റഗറി വൈസ് ആയിട്ടുള്ള റാങ്ക് കിട്ടിയാൽ എന്താ അറിയാൻ ബെനിഫിറ്റ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം PSUവിൽ വേക്കൻസികളൊക്കെ വരും. SCയിൽ ഇത്ര വേക്കൻസി, STയിൽ ഇത്ര വേക്കൻസി, OBCയിൽ ഇത്ര വേക്കൻസി എന്നൊക്കെ തരും. ആ വേക്കൻസി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ല എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ. അതാണ് ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ്. ഇപ്പൊ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 to 100 ആരുമില്ല. 80 to 90 13 ആളുണ്ട് അല്ലേ, 13 ആളുണ്ട്. അതേപോലെ തന്നെ 70 to 80 79 ആളുകൾ. ഇത് ജനറൽ കാറ്റഗറിയിലാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ 50 ഒഴിവുള്ള ഒരു PSU ആണെങ്കിൽ, 50 ഒഴിവുള്ള ഒരു PSU ആണെങ്കിൽ മിക്കവാറും നിങ്ങൾ ഈ കാറ്റഗറിയിലാണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതല്ല ഒരു 300 ഒഴിവുള്ള ഒരു അല്ലെങ്കിൽ ഒരു 300 ഒഴിവെങ്കിലുള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 to 70 എത്തിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ല ഒരു 500 700 വരെ റാങ്ക് പോയവർക്ക്
നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് എത്തും അല്ലേ. അപ്പോൾ ആ ഒരു നമ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഓരോ കാറ്റഗറിയിലും എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഏതാണ്ട് ഇതേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എല്ലാ ബ്രാഞ്ചസിൻ്റെ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ, CS കൊടുത്തിട്ടുണ്ട്, അതേപോലെ എല്ലാം ഡാറ്റ സയൻസ്, EC, ട്രിപ്പിൾ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോം നിങ്ങളിലേക്ക് അയച്ചു തരുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗേറ്റിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മുടെ ഗേറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത്. ഇതൊരു 100 ഔട്ട് ഓഫ് 100 എക്സാം ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് കേരള PSCO അല്ലെങ്കിൽ മറ്റത്തരം എക്സാംസുകളിൽ പോലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം അല്ല. ഈ എക്സാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതും അതേ ഡെപ്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. സോ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഗേറ്റ് പ്ലാറ്റ്ഫോമുകൾ തന്നായിട്ടുള്ള ടെക്നിക്കലിന്റെ എൻട്രി ഗേറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ എൻട്രിയുടെ ഗേറ്റ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഹൈദരാബാദിൽ നിന്നൊക്കെയുള്ള ഫാക്കൽറ്റീസ് ആണ്. ഹൈദരാബാദ്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ഗേറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.